പ്രൈസ് ദി ലോർഡ്. പ്രഭാത സന്ദേശത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും സുഖവും ക്ഷേമമായിരിക്കുന്നുവല്ലോ അല്ലേ? ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 147 അധ്യായത്തിന്റെ 15 വേദഭാഗം. അവന്റെ വചനം അതിവേഗം ഓടുന്നു, ദൈവത്തിന്റെ വചനം ചെന്നെത്താത്ത ഇടങ്ങളിൽ ഒരു മിന്നൽ പിണർ പോലെയോ കൊടുങ്കാറ്റടിക്കുന്നത് പോലെയോ വളരെ വേഗത്തിൽ ദൈവവചനം സഞ്ചരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എവിടെയായിരുന്നാലും ICUവിനുള്ളിലാകട്ടെ, വെന്റിലേറ്ററിലാകട്ടെ, മറ്റ് രാജ്യങ്ങളിലാകട്ടെ, നൊടിയിട കൊണ്ട് ഈ ദൈവവചനം അവിടെ എത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഈ വചനത്തിന് നിമിഷ നേരം കൊണ്ട് അവിടെയൊക്കെയും സഞ്ചരിച്ച് ചെല്ലുവാൻ തക്കവണ്ണം ഇടയാകും. ഈ വചനത്തിന് കടന്നു ചെല്ലുവാൻ നൊടിയിട നേരം മാത്രമേ ആവശ്യമുള്ളൂ. സാറായുടെ ശരീരത്തിന്റെ അവസ്ഥയും ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും മാറിയത് ദൈവവചനത്തിന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. ദൈവത്തിന്റെ വചനവും പ്രിയപ്പെട്ടവരെ ഒരു സന്ദേശമാണ്. ആ സന്ദേശം എത്തിച്ചേരേണ്ട ഇടത്ത് എത്തിച്ചേരേണ്ട സമയത്ത് എത്തിച്ചേർന്നാൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അവിടെ സംഭവിപ്പാനിടയാകും. ഇന്ന് നമുക്കായി പുറപ്പെട്ടിട്ടുള്ള ദൈവത്തിന്റെ വചനം അതിന്റെ പ്രവൃത്തി തികച്ച് നമുക്കായി അത്ഭുതം ചെയ്യുമെന്നുള്ളതിൽ രണ്ട് പക്ഷമില്ല. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കാം, ഉറയ്ക്കാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.